Hello guys, welcome back to my YouTube channel. Episode 3 of Unhealthy Relationship. നമ്മളെല്ലാവരും ലൈഫിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നീ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ അതിന് കൊടുക്കുന്ന റീപ്ലൈ ഓക്കെ, ഞാൻ സുഖമാണ്, യെസ് ഐ എം ഓക്കെ, അങ്ങനെയാണ് കൊടുക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അത് എപ്പോഴും ഞാൻ ഓക്കെ ആണെന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും ഓക്കെ ആയിരിക്കും. അപ്പൊ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ ഓക്കെ ആണെന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും ഓക്കെ ആണോ എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കുറേ ആൾക്കാരെ കാണലുണ്ട്, എപ്പോഴും ചിരിച്ചോണ്ട് നിൽക്കുന്ന ആള്, എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ആള്, പുരയിൽ എല്ലാ കാര്യങ്ങളും എല്ലാരെയും നോക്കുന്ന ആള്. അപ്പൊ ഇവരെല്ലാം ചിരിക്കുന്നതിന്റെ ഉള്ളില് എത്ര കണ്ണുനീരുണ്ടാവും ആരെങ്കിലും ചോദിക്കലുണ്ടോ? ഇല്ലാലോ. അങ്ങനെ ആരും ചോദിക്കലില്ല. കാരണം അവര് കരയുന്നത് എല്ലാരുടെ മുമ്പിലായിരിക്കില്ല, ഒറ്റയ്ക്കിരിക്കുമ്പോഴായിരിക്കും. അവര് കരയുന്നത് ബാക്കിയുള്ളവർ കാണുന്നത് അവർക്ക് ഇഷ്ടമില്ലായിരിക്കും. ചില ആൾക്കാർക്ക് പറയാന് തുറന്ന് സംസാരിക്കാൻ ഒരാളുണ്ടാവില്ല. ചില ആൾക്കാർക്ക് സംസാരിച്ചാലും അത് മനസ്സിലാക്കാൻ ഒരാളുണ്ടാവില്ല. പക്ഷെ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ എന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്ക് ഒരു ബുദ്ധിമുട്ടാകുമോ. അങ്ങനെ ആരോടും പറയാണ്ട് ഉള്ളിൽ വെച്ച് ബേജാറും കാര്യങ്ങളെല്ലാം ഉള്ളിൽ വെച്ചിരുന്നിട്ട് പുറത്ത് ചിരിച്ചു നിൽക്കും. പക്ഷെ ഉള്ളിൽ ഒരു യുദ്ധമായിരിക്കും നടക്കുന്നത്. നമ്മളെ എല്ലാ മുറിവുകളും ചിലപ്പോൾ പുറമേ ഉള്ള ഒരാൾക്ക് കാണാൻ പറ്റൂല. ഉള്ളിലുള്ള മുറിവുകൾ നമുക്ക് മാത്രമേ അറിയൂ. ഉറങ്ങാൻ പറ്റാത്ത രാത്രി, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസം, ചിലപ്പോൾ നമ്മളെ ചുറ്റുപാടും ആൾക്കാരുണ്ടാവും, പക്ഷെ എന്നാലും ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിങ്സ്. ഇതെല്ലാം എല്ലാവരും ആരോടും പറയാണ്ട് ഒറ്റക്ക് ഉള്ളിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ആരോടെങ്കിലും സുഖാണെന്ന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓക്കെ എന്ന് പറയും, ഐ എം ഓക്കെ. ഒന്നും കൂടി സുഖാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് അവരുടെ ഉള്ളിലുള്ള ഭാരമെല്ലാം ഒന്ന് പുറത്ത് ഇറക്കി വെക്കാനുള്ള ഒരു ഹെൽപ്പായിട്ട് മാറും. ഈ വീഡിയോ കാണുന്ന നിങ്ങളാണ് ഇന്ന് ഞാൻ ഓക്കെ ആണെന്ന് എല്ലാവർക്കും പറയുന്ന ആളെങ്കിൽ ഒരു കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ ഭയങ്കര ബോൾഡ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും മുമ്പിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് പറയാം. നിങ്ങൾ ടയേർഡ് ആയെങ്കിൽ ഞാൻ ടയേർഡ് ആണെന്ന് പറയാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളോട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാം. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ആരെങ്കിലും നിങ്ങൾ അവരോട് ചോദിച്ചു ഓക്കെ ആണോ, അപ്പൊ അയാൾ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അത് മാത്രം വിശ്വസിക്കരുത്. അയാളുടെ കണ്ണിലേക്ക് നോക്കാം. കണ്ണിലുണ്ടാവും അയാളുടെ ഉള്ളിൽ എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടെന്നുള്ളത്. ചിലപ്പോൾ അയാളുടെ സൈലൻസ് ആയിരിക്കും അയാളുടെ ഏറ്റവും വലിയ അലറിയുള്ള കരച്ചിൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഒറ്റക്കല്ല. നിങ്ങളെ വികാരത്തിന്, നിങ്ങളെ ഫീലിങ്സിനെല്ലാം വാല്യൂ ഉണ്ട്. നിങ്ങളുടെ ലൈഫിനും നിങ്ങളുടെ സ്റ്റോറിക്കും നിങ്ങളുടെ പ്രസൻസിനും എല്ലാത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ആലോചിക്കാം, ഇനി ഞാൻ ഓക്കെ പറയണമെന്നുള്ളത്, ഞാൻ ഓക്കെ ആണോന്ന് പറയണമെന്നുള്ളത്. അതുപോലെ ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എപ്പിസോഡ് 4 ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.